13-5-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇവിടെ മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിൻ്റെ ട്യൂഷൻ പഠിക്കാൻ വന്നിരിക്കുകയാണ്. കൗടിയിൽ നിന്നും വജ്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഈ പഠനത്തിൽ ഒരു ചിലവും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം നിങ്ങളുടെ പിതാവ് തന്നെയാണ് ടീച്ചർ. പിതാവ് കുട്ടികളിൽ നിന്നും ചിലവ് അഥവാ ഫീ എങ്ങനെ വാങ്ങും? പിതാവിൻ്റെ കുട്ടിയാവുകയും മടിത്തട്ടിൽ വരികയും ചെയ്തു. അപ്പോൾ സമ്പത്തിൻ്റെ അവകാശിയായി. കുട്ടികളായ നിങ്ങൾ ചിലവൊന്നുമില്ലാതെ കവടിയിൽ നിന്നും വജ്രതുല്യ ദേവതയാകുന്നു. ഭക്തിയിൽ തീർത്ഥാടനം ചെയ്യും, ദാനപുണ്യങ്ങൾ ചെയ്യും. അപ്പോൾ ചിലവ് തന്നെ ചിലവാണ്. ഇവിടെയാണെങ്കിൽ ബാബ കുട്ടികൾക്ക് രാജപദം നൽകുന്നു. മുഴുവൻ സമ്പത്തും സൗജന്യമായി നൽകുന്നു. പാവനമാകൂ, സമ്പത്ത് നേടൂ. ഓം ശാന്തി. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സ്റ്റുഡൻസ് ആണ്. ബാബയുടെ സ്റ്റുഡൻസ് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മാക്കൾ പരംപിതാ പരമാത്മാവിൽ നിന്നും ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായി, ജന്മങ്ങൾ തോറും സ്വയം ദേഹമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു, ആത്മാവാണ് എന്നല്ല. ലൗകിക പിതാവ് ട്യൂഷന് വേണ്ടി വേറൊരു സ്ഥാനത്ത് അയക്കുന്നു, സദ്ഗതിക്ക് വേണ്ടി മറ്റൊരു സ്ഥാനത്ത് അയക്കുന്നു. പിതാവ് വൃദ്ധ അവസ്ഥയിൽ ആയെങ്കിൽ പിന്നെ ആ ആൾക്ക് വാനപ്രസ്ഥത്തിൽ പോകുന്നതിനുള്ള ആഗ്രഹമുണ്ടാകുന്നു. എന്നാൽ വാനപ്രസ്ഥം എന്നതിൻ്റെ അർത്ഥം ആരും അറിയുന്നില്ല. വാണിക്ക് ഉപരി നമുക്ക് എങ്ങനെ പോകുവാൻ സാധിക്കും? ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പതീതമാണ്. എവിടെ നിന്നാണോ നമ്മൾ ആത്മാക്കൾ വന്നത്, അവിടെ നിങ്ങൾ പാവനമായിരുന്നു. ഇവിടെ വന്ന് പാർട്ട് അഭിനയിച്ച് പതീതം ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആര് പാവനമാക്കും? ഹേ പതീത പാവന എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഗുരുവിനെ പതീത പാവന എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഗുരുവിനെ സ്വീകരിച്ചാൽ തന്നെയും ഒന്നിൽ പൂർണ്ണ നിശ്ചയം നിലനിൽക്കുന്നില്ല. അതിനാൽ പരിശോധിക്കുന്നു. നമ്മളെ നമ്മുടെ വീട്ടിൽ അഥവാ വാനപ്രസ്ഥ അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു ഗുരുവിനെ ലഭിച്ചെങ്കിൽ അതിനുവേണ്ടി വളരെയധികം യുക്തികൾ രചിക്കുന്നു. ഇന്നയാൾക്ക് വളരെയധികം മഹിമയുണ്ട് എന്ന് എവിടെ കേട്ടുവോ അവിടെ പോകും. ആരാണോ ഈ വൃക്ഷത്തിൻ്റെ സാപ്ലിംഗ്, അവർക്ക് നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ അമ്പ് തറയ്ക്കുന്നു. ഇത് ക്ലിയറായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും നിങ്ങൾ വാനപ്രസ്ഥ അവസ്ഥയിൽ പോകുന്നുവല്ലോ. വലിയ കാര്യമൊന്നുമല്ല. ടീച്ചറിനെ സംബന്ധിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഭക്തർക്ക് എന്താണ് വേണ്ടത്? ഇതും ആർക്കും അറിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഈ ഡ്രാമയുടെ ചക്രത്തെ നല്ല രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ബാബ തന്നെയാണ് സമ്പത്ത് നൽകിയിരുന്നത്. ആ ഒന്ന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആ അവസ്ഥയിൽ വരും. അത് കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യത്തെ മുഖ്യ കാര്യമാണ് പാവനമാകുന്നതിനായി ബാബയെ ഓർമ്മിക്കണം. ലൗകിക പിതാവിനെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. പാരലൗകിക പിതാവിനെ അറിയുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നത് സഹജത്തിലും സഹജവുമാണ്, ഡിഫിക്കൽട്ടിലും ഡിഫിക്കൽട്ടുമാണ്. ആത്മാവ് ഇത്രയും ചെറിയ നക്ഷത്രമാണ്. ബാബയും നക്ഷത്രമാണ്. ആ ഒന്ന് സമ്പൂർണ്ണ പവിത്ര ആത്മാവ്, ഇത് സമ്പൂർണ്ണ അപവിത്രം. സമ്പൂർണ്ണ പവിത്രത്തിൻ്റെ കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും. അതിനായി ലഭിക്കുന്ന കൂട്ടുകെട്ട് ഒന്നിൻ്റേത് തന്നെയാണ്. കൂട്ട് സംഘം തീർച്ചയായും ആവശ്യമാണ്. പിന്നെ 5 വികാരങ്ങളാകുന്ന രാവണൻ്റെ കുസംഗവും ലഭിക്കുന്നു. അതിനെ പറയുന്നത് തന്നെ രാവണ സമ്പ്രദായം എന്നാണ്.
നിങ്ങൾ ഇപ്പോൾ രാമസമ്പ്രദായം ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ രാമസമ്പ്രദായമായി മാറും. പിന്നെ ഈ രാവണ സമ്പ്രദായം ഉണ്ടായിരിക്കില്ല. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. രാമൻ എന്ന് പറയുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ തന്നെ വന്ന് രാമരാജ്യം സ്ഥാപിക്കുന്നു. അതായത് സൂര്യവംശി രാജ്യം സ്ഥാപിക്കുന്നു. രാമരാജ്യം എന്നും പറയില്ല, എന്നാൽ മനസ്സിലാക്കിക്കുന്നതിന് സഹജമാകുന്നു. രാമരാജ്യവും രാവണരാജ്യവും വാസ്തവത്തിൽ സൂര്യവംശി രാജ്യമാണ്. നിങ്ങളുടെ ചെറിയൊരു പുസ്തകമുണ്ട്, എങ്ങനെ വജ്രതുല്യ ജീവിതമുണ്ടാക്കാം. ഇപ്പോൾ വജ്രതുല്യ ജീവിതം എന്നേതിനെയാണ് പറയുന്നത്? നിങ്ങളല്ലാതെ മനുഷ്യർ എന്തറിയാൻ? വജ്രതുല്യ ദേവതാ ജീവിതം എങ്ങനെ ഉണ്ടാകും എന്ന് എഴുതണം. ദേവത എന്ന വാക്ക് ആഡ് ആകണം. നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ വജ്രതുല്യ ജീവിതം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. പുസ്തകം നല്ലതാണ്, അതിൽ ഈ വാക്ക് കേവലം ആഡ് ചെയ്യൂ. നിങ്ങൾക്ക് ആസുരീയ കവടിത്തുല്യ ജന്മത്തിൽ നിന്നും വജ്രതുല്യ ദേവതാ ജന്മം സെക്കൻഡിൽ പ്രാപ്തമാക്കാൻ സാധിക്കും, കൗഡയുടെ പോലും ചിലവില്ലാതെ. കുട്ടി പിതാവിൻ്റെ അടുക്കൽ ജന്മമെടുക്കുമ്പോൾ സമ്പത്തിൻ്റെ അവകാശിയാകുന്നു. കുട്ടിക്ക് ചിലവ് വരുന്നുണ്ടോ? മടിത്തട്ടിൽ വന്നു സമ്പത്തിൻ്റെ അവകാശിയായി. ചിലവാക്കുന്നത് പിതാവാണ്, കുട്ടിയല്ല. ഇപ്പോൾ നിങ്ങൾ ചിലവ് ചെയ്തത് എന്താണ്? ബാബയുടേതാകുന്നതിൽ എന്തെങ്കിലും ചിലവുണ്ടാകുന്നുണ്ടോ? ഇല്ല. ഏതുപോലെ ലൗകിക പിതാവിൻ്റേത് ആകുന്നതിൽ ചിലവ് വരുന്നില്ല, അതേപോലെ പാരലൗകിക പിതാവിൻ്റേതാകുന്നതിലും ചിലവൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ബാബയിരുന്ന് പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചു നിങ്ങളെ ദേവതയാക്കുന്നു. നിങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ല, മുതിർന്നവരാണ്. ബാബയുടേതാകുമ്പോൾ ബാബ നിർദ്ദേശം നൽകുന്നു. നിങ്ങൾക്ക് തൻ്റെ രാജധാനി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിൽ പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. ചിലവൊന്നും ഉണ്ടാകുന്നില്ല. ഗംഗാ തീരത്ത് പോകുന്നു. തീർത്ഥസ്ഥാനങ്ങളിൽ സ്നാനം ചെയ്യുവാൻ പോകുന്നു. ചിലവാക്കുമല്ലോ. നിങ്ങൾക്ക് ബാബയിൽ നിശ്ചയമുണ്ടായി. ചിലവുണ്ടായോ? നിങ്ങളുടെ അടുക്കൽ സെൻറ്റേഴ്സിൽ വരുന്നു. നിങ്ങൾ അവരോട് പറയുന്നു, ഇപ്പോൾ പരിധിയില്ലാത്ത പിതാവിൻ്റെ സമ്പത്തെടുക്കൂ, പിതാവിനെ ഓർമ്മിക്കൂ, പിതാവാണല്ലോ. പിതാവ് സ്വയം പറയുന്നു, എൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പതീതത്തിൽ നിന്നും പാവനമാകൂ. അപ്പോൾ പാവന വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും. ഇതും അറിയുന്നുണ്ട്. ബാബ വൈകുണ്ഠം സ്ഥാപിക്കുന്നു. വിവേകശാലികളായ കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ആ പഠനത്തിൽ എത്ര ചിലവുണ്ടാകുന്നു? ഇവിടെ ചിലവൊന്നുമില്ല. ആത്മാവ് പറയുന്നു, ഞാൻ അവിനാശിയാണ്. ഈ ശരീരം വിനാശമാകും. കുട്ടികൾ തുടങ്ങി എല്ലാം വിനാശമാകും. ശരി, പിന്നെ ഇത്രയും പൈസ സ്വരൂപിച്ചു, അതെന്തു ചെയ്യും? ചിന്ത ഉണ്ടാകുമല്ലോ. ചിലർ ധനികരായിരിക്കും. അവർക്ക് ആരുമില്ല എന്ന് വിചാരിക്കും. ജ്ഞാനം ലഭിക്കുമ്പോൾ വിചാരിക്കും, ഈ അവസ്ഥയിൽ പൈസ എന്തു ചെയ്യും? പഠനം സോഴ്സ് ഓഫ് ഇൻകമാണ്. ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു എബ്രഹാം ലിങ്കൺ ഉണ്ടായിരുന്നു. വളരെ ദരിദ്രനായിരുന്നു. രാത്രിയിൽ ഉണർന്ന് പഠിക്കുമായിരുന്നു. പഠിച്ച് ഇത്രയും സമർത്ഥനായി പ്രസിഡന്റ് ആയി മാറി. ചിലവ് ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ല. ദരിദ്രരായ ധാരാളം പേരുണ്ട്. അവരിൽ നിന്നും ഗവൺമെൻറ് പഠിക്കുന്നതിനുള്ള പൈസ വാങ്ങുന്നില്ല. ഇങ്ങനെ ധാരാളം പേര് പഠിക്കുന്നു. അദ്ദേഹവും ഫീ ഇല്ലാതെ പ്രസിഡൻ്റായി. എത്ര വലിയ പദവി നേടി. ഈ ഗവൺമെൻറ്റും ചിലവൊന്നും ഈടാക്കുന്നില്ല. ലോകത്തിൽ എല്ലാവരും ദരിദ്രരാണ് എന്ന് മനസ്സിലാക്കുന്നു. എത്ര തന്നെ ധനികരോ ലക്ഷപതിയോ കോടിപതിയോ ആയാലും അവരും ദരിദ്രരാണ് എന്ന് പറയും. നമ്മൾ അവരെ ധനികരാക്കുന്നു. ധനം എത്ര തന്നെ ഉണ്ടായിരുന്നാലും നിങ്ങൾക്കറിയാം, ബാക്കി ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം മണ്ണിനോട് ചേരും. അപ്പോൾ ദരിദ്രരായല്ലോ. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. ബാബ കുട്ടികളിൽ നിന്നും പഠനത്തിനായി എന്തായിരിക്കും വാങ്ങുക? ബാബ വിശ്വത്തിൻ്റെ അധികാരിയാണ്.
കുട്ടികൾക്കറിയാം നമ്മൾ ഭാവിയിൽ ഇതാകും. ഞാൻ ഇത് സ്ഥാപിക്കുവാൻ വന്നിരിക്കുകയാണ്. ബാഡ്ജിലും ഈ അറിവുണ്ട്. പുതിയ പുതിയ ഇൻവെൻഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ശിവ് ബാബ പറയുന്നു, എൻ്റെ ആത്മാവിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. ആരാണോ വികാരിയും പതീതവുമായത് അവരെ ബാബ വന്ന് പാവനമാക്കുന്നു. ഇത് അറിയുന്നുണ്ട്. 5000 വർഷം മുമ്പ് ബാബയിൽ നിന്നും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നേടിയിരുന്നു. മുഖ്യമായ കാര്യം ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. മുന്നിലിരുന്ന് പറയുന്നു. രഥം ലഭിച്ചു. അപ്പോൾ ബാബയും വന്നു. ഒരു രഥം തീർച്ചയായും ഫിക്സ് ആയിരിക്കുമല്ലോ. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ചേഞ്ച് ഉണ്ടാവുക സാധ്യമല്ല. ഈ രത്നവ്യാപാരി എങ്ങനെയാണ് പ്രജാപിത ബ്രഹ്മാവുക എന്ന് പറയുന്നു. ഇദ്ദേഹം രത്നവ്യാപാരിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. രത്നങ്ങൾ ഒന്നുണ്ട് ഇമിറ്റേഷൻ, ഇനിയൊന്നാണ് റിയൽ. ഇതിലും റിയൽ രത്നങ്ങൾ ബാബ നൽകുന്നു. അപ്പോൾ പിന്നെ മറ്റേത് എന്ത് ഉപയോഗത്തിൽ വരുവാനാണ്? ഇത് ജ്ഞാനരത്നമാണ്. ഇതിൻ്റെ മുന്നിൽ ആ രത്നങ്ങൾക്ക് ഒരു വിലയുമില്ല. എപ്പോഴാണോ ഈ രത്നം ലഭിച്ചത് അപ്പോൾ മനസ്സിലാക്കി ഈ രത്നങ്ങളുടെ തൊഴിൽ ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ ഓരോന്നും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. നിങ്ങൾക്ക് എത്ര രത്നങ്ങൾ ലഭിക്കുന്നു? ഈ ജ്ഞാനരത്നം തന്നെയാണ് സത്യമാകുന്നത്. നിങ്ങൾക്കറിയാം, ബാബ ഈ രത്നം നൽകുന്നു സഞ്ചി നിറയ്ക്കുന്നതിന് വേണ്ടി. ഇത് സൗജന്യമായി ലഭിക്കുന്നു, ചിലവൊന്നുമില്ല. അവിടെയാണെങ്കിൽ ചുമരുകളിലും മേൽക്കൂരയിലും വജ്രങ്ങൾ പതിപ്പിക്കപ്പെട്ടിരിക്കും. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? വാല്യൂ പിന്നീടാണ് ഉണ്ടാകുന്നത്. അവിടെയാണെങ്കിൽ വജ്ര വൈഡൂര്യങ്ങൾ പോലും നിങ്ങളെ സംബന്ധിച്ച് ഒന്നുമല്ല. കുട്ടികൾക്ക് ഈ നിശ്ചയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഈ ഒന്ന് രൂപമാണ്, ബസന്തുമാണ്. ബാബയുടെ ഇത് ചെറിയ രൂപമാണ്. ആ ഒന്നിനെ ജ്ഞാനസാഗരം എന്ന് പറയുന്നു. ഇത് ജ്ഞാനരത്നങ്ങളാണ്. അതിലൂടെ നിങ്ങൾ വളരെ ധനികരാകും. പിന്നെ അമൃതിൻ്റെയോ ജലത്തിൻ്റെയോ മറ്റോ മഴയല്ല. പഠനത്തിൽ ജലത്തിൻ്റെ കാര്യമേയില്ല. പാവനമാകുന്നതിന് ചിലവിൻ്റെ കാര്യമേയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വിവേകം ലഭിച്ചു. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ് എന്നത് മനസ്സിലാക്കുന്നു. നിങ്ങൾ തൻ്റെ യോഗബലത്തിലൂടെ പാവനമായിക്കൊണ്ടിരിക്കുന്നു. പാവനമായി പാവന ലോകത്തിലേക്ക് പോകും എന്നത് അറിയുന്നുണ്ട്. ഇപ്പോൾ ഇതാണോ റൈറ്റ്, അതോ അതാണോ? ഈ എല്ലാ കാര്യങ്ങളിലും ബുദ്ധി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഡ്രാമയിൽ ഈ ഭക്തിയുടെ പാർട്ടും നടക്കേണ്ടത് തന്നെയാണ്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് പാവനമായി പാവന ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആര് പാവനമാകുമോ അവർ പോകും. ആര് ഇവിടുത്തെ സാപ്ലിംഗ് ആയിരിക്കുമോ അവർ വരും. മറ്റുള്ളവർ മനസ്സിലാക്കുകയില്ല. അവർ ചതുപ്പിൽ കുടുങ്ങി തന്നെയിരിക്കും. എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ അവസാനം പറയും, അഹോ പ്രഭു, നിന്റെ ലീല. അങ്ങ് പഴയ ലോകത്തെ എങ്ങനെയാണ് പുതിയതാക്കുന്നത്? നിങ്ങളുടെ ഈ ജ്ഞാനം പത്രങ്ങളിൽ വളരെയധികം വരും. വിശേഷിച്ച് ഈ ചിത്രം പത്രത്തിൽ കളറിൽ എഴുതൂ. ശിവ് ബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ പഠിപ്പിച്ച് സ്വർഗത്തിൻ്റെ അധികാരിയായ ഈ ലക്ഷ്മി നാരായണൻ ആക്കുകയാണ്. എങ്ങനെ? ഓർമ്മയുടെ യാത്രയിലൂടെ. ഓർമ്മിച്ചോർമ്മിച്ച് നിങ്ങളുടെ തുരുമ്പ് നീങ്ങും. നിങ്ങൾക്ക് ഉടനടി എല്ലാവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. അടിക്കടി ഈ ഓർമ്മ വരുത്തിയ ശേഷം പിന്നെ നോക്കൂ, അവരുടെ മുഖം ഒരല്പം മാറുന്നുണ്ടോ, കണ്ണുകൾ നനയുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കൂ ചിലത് ബുദ്ധിയിൽ ഇരിക്കുന്നു എന്ന്. ആദ്യം ഈ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം. 5000 വർഷം മുമ്പും ബാബ പറഞ്ഞു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ശിവ് ബാബ വന്നിരുന്നു. അതിനാലാണല്ലോ ശിവജയന്തി ആഘോഷിക്കുന്നത്. ഭാരതത്തെ സ്വർഗമാക്കുന്നതിനു വേണ്ടി ഇത് മനസ്സിലാക്കിച്ചു തന്നിരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ.
എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ചെറിയ ചെറിയ പെൺകുട്ടികളും ഇങ്ങനെ ഇരുന്ന് മനസ്സിലാക്കിക്കട്ടെ. പരിധിയില്ലാത്ത പിതാവായ ശിവ് ബാബ ഇങ്ങനെ മനസ്സിലാക്കിക്കുന്നു. ബാബ എന്ന വാക്ക് വളരെ മധുരമാണ്. ബാബയും സമ്പത്തും. കുട്ടികൾ ഇത്രയും നിശ്ചയത്തിൽ കഴിയണം. ഇത് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ വിദ്യാലയമാണ്. ദേവതമാർ പാവനം തന്നെയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. മന്മനാഭവ. വാക്ക് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ ബാബ കേൾപ്പിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് പതീത പാവനൻ. എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ മാലിന്യം മാറും, സദോ പ്രധാനമായി മാറുകയും ചെയ്യും. പ്രയത്നം തന്നെ ഇതാണ്. ജ്ഞാനത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നു, വളരെ നല്ലതാണ്, ഫസ്റ്റ് ക്ലാസ് ജ്ഞാനമാണ്. പക്ഷേ പ്രാചീന യോഗത്തിൻ്റെ കാര്യം ആരും അറിയുന്നതേയില്ല. പാവനമാകുന്നതിൻ്റെ കാര്യം നിങ്ങൾ കേൾപ്പിക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങളേവരും പതീതവും തമോ പ്രധാനവും ആയിരിക്കുകയാണ്. ഇപ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആത്മാക്കൾ എന്നോടൊപ്പം ആയിരുന്നല്ലോ. എന്നെ നിങ്ങൾ വിളിക്കുകയും ചെയ്യുന്നു, ഓ ഗോഡ് ഫാദർ, വരൂ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എൻ്റെ മതമനുസരിച്ച് നടക്കൂ. ഇത് പതിതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ കാര്യമാണ്, മതമാണ്. ഞാൻ സർവശക്തിവാനാണ്, എവർ പാവനം. ഇപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഇതിനെ തന്നെയാണ് പ്രാചീന രാജയോഗം എന്ന് പറയുന്നത്. നിങ്ങൾ തൊഴിൽ കാര്യങ്ങളിലും മറ്റും ഇരുന്നുകൊള്ളൂ. കുട്ടികളെയും മറ്റും സംരക്ഷിക്കൂ. കേവലം ബുദ്ധിയോഗം മറ്റെല്ലാത്തിൽ നിന്നും മാറ്റി എന്നോട് യോജിപ്പിക്കൂ. ഇതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കിയില്ല എന്നർത്ഥം. ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, വളരെ നല്ല ജ്ഞാനമാണ് നൽകുന്നത്. പവിത്രതയും നല്ലതാണ്. പക്ഷേ നമ്മൾ പവിത്രം എങ്ങനെയാകും? സദാകാലത്തേക്ക് എന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. ദേവതമാർ സദാകാലത്തേക്ക് പവിത്രമായിരുന്നല്ലോ. അവർ എങ്ങനെയായി? ഈ കാര്യം ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. നിങ്ങൾ ദേവതയായി മാറുകയും ചെയ്യും. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സ്വയം തന്നെ ദരിദ്രനിൽ നിന്നും ധനികനാക്കുന്നതിനായി ബാബയിൽ നിന്നും അവിനാശി ജ്ഞാനരത്നങ്ങൾ സ്വീകരിക്കണം. ഈ ഓരോരോ രത്നവും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. ഇതിൻ്റെ വാല്യൂ അറിഞ്ഞ് പഠനം പഠിക്കണം. ഈ പഠനം തന്നെയാണ് സോഴ്സ് ഓഫ് ഇൻകം. ഇതിലൂടെ ഉയർന്ന പദവി നേടണം. രാമസമ്പ്രദായത്തിൽ വരുന്നതിനായി സമ്പൂർണ്ണ പവിത്രമായ ഒരു ബാബയുടെ തന്നെ കൂട്ടുകൂടണം. കുസംഗത്തിൽ നിന്നും സദാ അകന്നിരിക്കണം. എല്ലാവരിൽ നിന്നും ബുദ്ധിയോഗം മാറ്റി ഒരു ബാബയിൽ യോജിപ്പിക്കണം. വരദാനം. ശക്തിശാലി ഓർമ്മയിലൂടെ സെക്കൻഡിൽ പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന പദമാപദം ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഒരു സെക്കൻഡിൻ്റെ ഓർമ്മയിലൂടെ പദമങ്ങളുടെ സമ്പാദ്യം ഉണ്ടാകും വിധം താങ്കളുടെ ഓർമ്മ ഇത്രയും ശക്തിശാലിയാകണം. ആരുടെ ഓരോ ചുവടിലും പദമമാണോ, അപ്പോൾ എത്ര പദമങ്ങൾ ശേഖരിക്കപ്പെടും. അതിനാൽ പദമാപദം ഭാഗ്യശാലി എന്ന് പറയുന്നു. ആർക്കെങ്കിലും നല്ല സമ്പാദ്യം ഉണ്ടാകുമ്പോൾ അവരുടെ മുഖത്തെ ലഹരി തന്നെ മറ്റൊന്നാകുന്നു. അപ്പോൾ താങ്കളുടെ മുഖത്തിൽ നിന്നും പദമങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ലഹരി കാണപ്പെടട്ടെ. ഇവർ വേറിട്ടവരാണ് എന്നനുഭവിക്കുന്ന തരത്തിൽ ആത്മീയ ലഹരിയും ആത്മീയ സന്തോഷവും ഉണ്ടായിരിക്കട്ടെ. സ്ലോഗൻ. ഡ്രാമയിൽ എല്ലാം നല്ലത് തന്നെയാണ് സംഭവിക്കേണ്ടത്. ഈ സ്മൃതിയിലൂടെ നിശ്ചിന്ത ചക്രവർത്തിയാകൂ. ഓം ശാന്തി.
ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന്
എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.